ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജ വന്നിട്ട് അബിയോട് ചോദിക്കുക, എടാ നീ നോൺ വെജ് കഴിച്ചോ? അവൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ നീ നോൺ വെജ് കഴിച്ചെന്ന്. അപ്പോഴേക്കും അബി പറയാം, അവൾക്ക് തലയ്ക്ക് വട്ടാമ്മേ, ഇറച്ചിക്കറിയുടെ മസാല ഇട്ടുണ്ടാക്കി കറി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മണമല്ലേ വരുള്ളൂ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും ജലജ പറയാം, നീ എന്തായാലും മര്യാദയ്ക്ക് നോയമ്പെടുത്ത് പോകാൻ നോക്ക്. നിന്നെ കൊണ്ടായാലും 10 ദിവസം പോലും നോയമ്പെടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമല്ലോ. എങ്ങനെയായാലും പോയി പ്രാർത്ഥിച്ച് അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് നോയമ്പെങ്കിലും എടുക്കുക എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന അബി പറയുക, അതിന് വേണ്ടിയിട്ടല്ലേ ഞാനും കഷ്ടപ്പെടുന്നേ, അതുകൊണ്ട് മാത്രം ഞാനും നോയമ്പെടുക്കും, എങ്ങനെയുള്ള അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. അപ്പോഴേക്കും ജലജ പറയാം, അവൾ മാത്രമല്ല അവളുടെ അനിയത്തിയും കൂടെ പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ അവളുമാർ രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ അനാമിക. അവൾ ഒത്തിരി നാൾ ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവളോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് അവളും പയ്യെ പുറത്താവും. അങ്ങനെ 3 മരുമക്കളും പോയി കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ നിൻ്റെ ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ട് വരാം. എങ്കിലേ നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ ഒരു വിലയും നിലയും ഉണ്ടാവുള്ളൂ. നല്ല കാശുള്ളൊരു വീട്ടിലൊരു പെങ്കൊച്ചിനെ തന്നെ കൂട്ടിക്കൊണ്ട് വരണം. അത് കഴിയുമ്പോഴേക്കും പറയാം, എന്നെ ഉപദ്രവിച്ചവർക്ക് ഓരോരുത്തർക്ക് തിരിച്ചടി കിട്ടുന്നത് നീ കാണുന്നില്ല ഇപ്പം. ആ ദേവയാനി എന്ന് പറയുന്നവൾ ഒരു കാലത്ത് എന്തായിരുന്നു, എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം ചുറ്റിക്കുമായിരുന്നു. അവൻ്റെ മോനൊരു കല്യാണം കഴിച്ചാൽ പിന്നെയാണ് നമ്മുടെ സമയം ഒന്ന് തെളിഞ്ഞത്. അല്ലെങ്കിൽ അവൾ എന്തായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത്. അത് കഴിയുമ്പോഴേക്കും ജലജ അബിയോട് ചോദിക്കുവാണ്, എടാ ആ നന്ദു എന്ന് പറയുന്നവൾ അനിയായിട്ട് ഇഷ്ടമെന്ന് പറയുന്നത് ശരിയാണോ? എങ്കിലത് നമുക്ക് ഒരുപാട് ഉപദ്രവം ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളെ അങ്ങ് തട്ടിക്കളയാനും ഞാൻ മടിക്കുമല്ലോ അമ്മേ. നമുക്കിനി പ്രശ്നം വരുന്ന വെല്ലുവിളി വരുന്ന ഒരാൾ പോലും ഈ വീട്ടിലോട്ട് കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോഴേക്കും ജലജ പറയാം, അതാ നല്ലത്, ഇപ്പം വന്നവളുമാരെക്കാളും കൂടിയേനോ അത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഹോസ്പിറ്റലിലെ സീനാണ് കേട്ടോ. നയനനെ ആംബുലൻസിൽ കയറ്റുവാണ്. ആ കൂടെ കനകയും ആദർശും കയറുവാണ് കേട്ടോ. ആദർശ് ഇങ്ങനെ ആംബുലൻസിനകത്തോട്ട് കയറുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അജയനും ജാനകിയും കൂടെ അങ്ങ് വരുന്നത്. അപ്പോഴേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, ആംബുലൻസിൽ ആദർശമാണല്ലോ കയറിപ്പോയത്, എന്ത് പറ്റിയോ? ഇനി ദേവയാനി ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ച് ഓടി ജയൻ്റെ അടുത്തോട്ടില്ല കേട്ടോ. അപ്പോൾ ജയനോട് ചോദിക്കുന്നുണ്ട്, അതെന്താ ആദർശ് ഇപ്പോൾ ആംബുലൻസിൽ പോയേ? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, ദേവയാനിക്ക് കരൾ പകത്ത് കൊടുത്ത പെങ്കൊച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ കൂടെ ആദർശം കൂടെ പോയതെന്ന് പറയും കേട്ടോ. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് ആദർശ് പോയത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, പിന്നെ ആദർശ് പോകണ്ടേ, അവനതിനൊരു ഉത്തരവാദിത്തമുള്ളതല്ലേ, അവരെ കൊണ്ട് വീട്ടിലാക്കണം, അതാ ശരിക്കും ചെയ്യേണ്ടത് എന്ന് പറയുക. അപ്പോഴേക്കും ജാനകി പറയാം, ചേച്ചി എപ്പോഴും ചോദിക്കാറുണ്ട് കരൾ പകത്ത് കൊടുത്ത ആ കൊച്ചിനെ പറ്റി, ഇങ്ങനെ നല്ല പെൺപിള്ളേരുണ്ടല്ലോ ഈ ലോകത്ത്, നമ്മുടെ വീട്ടിൽ വന്ന് കയറിയ നിങ്ങളുടെ മരുമകളെ പോലെ അല്ല എന്നിങ്ങനെ ഞാനും ഇടത്തോട് പറയാറുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ കേൾക്കുന്ന ജയന് നല്ല ദേഷ്യം വരുവാണ്. ജയൻ ചോദിക്കുകയാണ്, അതിനിപ്പം നയനമോൾക്ക് എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ എല്ലാവരെയും വേർതിരിച്ച് കാണാനൊരു പ്രത്യേക കഴിവുണ്ട്. അച്ഛൻ വരെ നയനമോളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്നിങ്ങനെ ജാനകിയോട് ചോദിക്കും കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ആ കുടുംബത്തിലെ ആണുങ്ങൾക്കൊന്നൊരു ബോധമില്ലാന്ന് ഞാൻ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അജയനും നല്ല ദേഷ്യം വരും കേട്ടോ. അജയൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അനാമിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൻ്റെ മുഖത്തൊരു സന്തോഷം ഞാൻ കണ്ടിട്ടില്ല, അവനൊന്ന് ചിരിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം കൂടെ കയറി എനിക്ക് ദേഷ്യം വന്നിരിക്കുക. എപ്പം ഞാൻ നിനക്കിട്ട് പിടിച്ച് 2 തരും എന്നെനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ടോട്ടിരുന്നിട്ട് ജാനകി പറയാണ്, എന്ത് പറയാനാണ്, നയനാന്ന് പറയുന്നതുകൊണ്ട് വീട്ടിൽ കയറി വന്നു, അന്ന് തുടങ്ങിയതാണ് കഷ്ടകാലം, അല്ലാതെ എൻ്റെ മരുമോൾ വന്നപ്പോഴല്ല എന്നിങ്ങനെ പറയുമോ. ഇത് കേൾക്കുന്ന അജയനും ഒന്നും മിണ്ടുന്നില്ല, നല്ല ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. പക്ഷേ ജയൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മരുമോൾ വന്നേ പിന്നെ എന്ത് കഷ്ടകാലമാണ് വീട്ടിലുണ്ടായത്? നയന കയറി വന്നേ പിന്നെ വെച്ചടിക്ക് ഏറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എൻ്റെ മോനായാലും കമ്പനിക്കായാലും എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകി ആകെ ചമ്മി നാറി നിൽക്കുവാണ്, നല്ല ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ ഇങ്ങനെ നന്ദുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നന്ദു ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, നിൻ്റെ അമ്മയുടെ മുഖത്ത് കയറിയിട്ട് എപ്പോഴും വിഷമമാണല്ലോ, ചോദിച്ചാൽ രണ്ടുപേരും ഒന്നും പറയത്തുമില്ല. ഇടയ്ക്ക് എൻ്റെ ഹൃദയം ഒന്ന് നിന്നു പോയതുകൊണ്ട് നിങ്ങളൊക്കെ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് നന്ദു ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഇത്രയും മാത്രം പറയുന്നുണ്ട്, അച്ഛാ ആദർശേൻ്റെ അച്ഛനെ ഒന്നും വെറുക്കരുത്, അവരൊക്കെ നല്ല ആൾക്കാരാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ നീ ഇങ്ങനെ പറയുന്നേ? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആംബുലൻസ് അങ്ങ് വരും കേട്ടോ. ആംബുലൻസിൻ്റെ വാതിൽ തുറന്ന് കനകയും ആദർശവും ആദ്യം വെള്ളോട്ടിറങ്ങുവാണ്. അത് കഴിഞ്ഞ് പയ്യെ അവർ സ്ട്രക്ചറിൽ കിടക്കുന്ന നയനെ പുറത്തേക്ക് എടുക്കും കേട്ടോ. ഇത് കാണുമ്പോഴേക്കും കയ്യിലിരുന്ന ചായയുടെ കപ്പ് ഗോവിന്ദൻ്റെയും താഴെ വീണ് പൊട്ടുവാണ്. ടെൻഷൻ അടിച്ച് ഓടി പുറത്തോട്ട് ചെല്ലും കേട്ടോ. എന്നിട്ട് നയനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നയനമോക്കിയത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പം ആരും ഒന്നും മിണ്ടുന്നില്ല.
എല്ലാവരും പരസ്പരം ഇങ്ങനെ പകച്ച് നോക്കും കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ആദർശേട്ടന് അമ്മയ്ക്ക് കരൾ പകത്ത് കൊടുത്ത് ഞാനാച്ച എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഗോവിന്ദൻ അടി കിട്ടിയതുപോലെ ആവുകയാണ്. ഗോവിന്ദൻ കനകയെ നോക്കുമ്പോൾ കനക ഇങ്ങനെ പേടിച്ച് പറിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അവർ നയനേനെ നേരെ മുറിയിലോട്ട് കൊണ്ടുപോവാണ്. മുറിയിലോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും ഗോവിന്ദനാകെ ഇങ്ങനെ പകച്ച് നിൽക്കുന്ന കണ്ടിട്ട് നന്ദു കൂടെ തന്നെ നിൽക്കും. അപ്പോൾ ആദർശിനോട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, സ്വന്തം മോളെ കീറി മുറിക്കുന്നതിന് മുമ്പ് ഒരച്ഛനെന്ന നിലയ്ക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് സമ്മതം ചോദിച്ചിട്ട് മതിയെന്ന് നയനയോട് പറഞ്ഞതായിരുന്നു. പക്ഷേ നയനയുടെ നിർബന്ധം കൊണ്ടാ എന്നിങ്ങനെ പറയാം കേട്ടോ. പെട്ടെന്ന് വിഷമോ സങ്കടമൊക്കെ സഹിക്കാൻ പറ്റാതെ ഗോവിന്ദൻ പറയാണ്, അതുകൊണ്ടായിരുന്നോ, അതിന് പരിഹാരമായിട്ടാണോ ഇത്രയും വലിയൊരു വീടൊക്കെ എനിക്ക് എടുത്തു തന്നിരുന്നേ. എൻ്റെ മോളെ കീറി മുറിച്ചതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഈ വീട് സ്വീകരിക്കില്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതുകൊണ്ടല്ല അച്ഛാ, എന്നാൽ എനിക്കിനിയിപ്പം ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷൻ കൊടുക്കണമല്ലോ, അതുകൊണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഗോവിന്ദൻ പറയാം, അത് നേരാ, എൻ്റെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, എങ്കിലും എൻ്റെ മോളോട് ഇത് വേണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് ആകെ വിഷമിക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിലും മോൻ്റെ അമ്മ എൻ്റെ മോളെ സ്വീകരിക്കുമോ, അവർക്കിതറിയോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ആദർശില്ല എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയും, അതെനിക്കറിയായിരുന്നു, ചങ്ക് പറിച്ചു കൊടുത്ത് എൻ്റെ മോള് സ്നേഹിച്ചാലും അവരൊരിക്കലും എൻ്റെ മോളെ സ്വീകരിക്കില്ല. എനിക്കിപ്പോൾ പേടി അനന്തപുരിയിലുള്ള എല്ലാവരെയും. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നന്ദി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഈ പറയുന്നത്, ആദർശാണ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയാം, എനിക്കിപ്പോൾ എല്ലാവരെയും പേടിയാണ്, ആദർശ് എൻ്റെ മോളെ സ്നേഹിക്കുന്നത് പോലും അഭിനയമാണോ എന്ന് എനിക്കിപ്പോൾ പേടിയുണ്ട്. അപ്പോഴേക്കും നന്ദു അച്ഛാ എന്നിങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാം, അതല്ല മോളെ, നവ്യമോളെ ഒരുത്തവൻ സ്നേഹിക്കുന്നെന്നും പറഞ്ഞ് എനിക്ക് ഭൂമി പിടിച്ചെടുക്കിയ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ പിറ്റൊരു ദിവസം അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതൊക്കെ അഭിനയമാണ്. നിൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. എൻ്റെ മോൾ അവിടെ എത്രത്തോളം വിഷമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആയിരിക്കും നയനമോളുടെ കാര്യവും. നയനമോൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞാലും എൻ്റെ മോൾക്ക് ആ വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുമോ, എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ആകെ വിഷമിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗോവിന്ദൻ നേരെ നയനെ കാണാൻ വേണ്ടി അകത്തോട്ട് പോവുകയാണ്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ സോറി എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയാണ്, അച്ഛൻ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല, അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു അടിയും കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാൻ വന്നേ, എനിക്കതിനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് മാറി നിൽക്കും കേട്ടോ. നയനെ ചെന്ന് കാണുമ്പോഴേക്കും നയന ഗോവിന്ദനോട് പറയുന്നുണ്ട്, അച്ഛാ ഒന്നും അച്ഛൻ ആദർശേട്ടനെതിരെ പറയരുത്, എല്ലാത്തിനും വാശി പിടിച്ചത് ഞാനാ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടെങ്കിലും എൻ്റെ മോളെ അവർ സ്വീകരിക്കുമോ എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അച്ഛാ നമ്മളിത് ചെയ്യുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, പിന്നെ എത്ര ഓർത്താലും നമുക്കതൊരു വലിയ വേദനയല്ലേ, നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ലല്ലോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഗോവിന്ദൻ തിരിച്ചു വന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, മോൻ എന്നോട് ക്ഷമിക്കണം, ഇത്രയും പെട്ടെന്ന് മോളെ കുറേ ദിവസമായിട്ട് കാണാതിരുന്നിട്ട് ഞങ്ങൾ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാ, മോക്കെന്തോ വയ്യാഴിക ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും ദൈവങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു തന്നിരുന്നു, എന്നിട്ട് ഇങ്ങനെ ആംബുലൻസിൽ വന്നിറങ്ങിയതൊക്കെ കണ്ടപ്പം സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ എന്ന് പറയും കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാവും അച്ഛാ, അച്ഛൻ പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അവിടെ ആർക്കെയൊക്കെ ഇതറിയാം എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അച്ഛനും വലിയച്ഛനും എനിക്കും മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ ഇവിടെയുള്ളവർക്കും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണ്. ഗോവിന്ദൻ എപ്പോഴും പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മോള് തിരിച്ചു വരുമ്പോഴും ആ വീട്ടിൽ അവൾക്ക് കുറ്റപ്പെടുത്തലും പ്രശ്നങ്ങളും ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ മക്കൾ എനിക്കൊരു ഭാരമല്ലാന്ന്. പ്രത്യേകിച്ച് നയനമോള് 2 തവണ ഹൃദയം നിന്ന് പോയപ്പോഴും ഹോസ്പിറ്റലിലോട്ട് പോയപ്പം എൻ്റെ ഹൃദയത്തിൽ നല്ല വേദന ഉണ്ടായിട്ട് പോലും എനിക്ക് വിഷമം വന്നത് എൻ്റെ നയനമോള് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോഴാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട വന്നാലും എനിക്കതൊരിക്കലും ഒരു ബുദ്ധിമുട്ടാവുകയില്ല. മോനെപ്പോൾ വേണേലും എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവിടാം, ഞാൻ സന്തോഷത്തോടെ തന്നെ എൻ്റെ മോളെ നോക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അത് പറയുമ്പോൾ ആദർശ് പറയാണ്, പക്ഷേ അതിന് ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ് പയ്യെ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞിട്ടാണ് ആദർശ് ഇറങ്ങുന്നത്. അങ്ങനെ ആദർശ് അവിടെ മുറ്റത്ത് നിന്നിട്ട് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കും കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും.